നമസ്കാരം. കെ.എം. മാണി, പി.ജെ. ജോസഫുമായുള്ള തർക്കങ്ങളെ, കേരള കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ള അഭിപ്രായവുമായി രംഗത്ത് നേരത്തെ വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമായും പി.ജെ. ജോസഫിൻ്റെ ഉയർന്ന പ്രസ്താവനകളെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, ലയനത്തിൻ്റെ ഗുണം തനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന പി.ജെ. ജോസഫിൻ്റെ വാദം ലയനത്തിൻ്റെ ഗുണം ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് എതിർക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ കോട്ടയത്തിന് പുറമെ ഒരു സീറ്റ് കൂടെ വേണം എന്ന ആവശ്യം പി.ജെ. ജോസഫ് ഉന്നയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞങ്ങൾക്ക് രണ്ട് സീറ്റ് ആവശ്യപ്പെടാവുന്നതേ ഉള്ളൂ. 3 സീറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. കോട്ടയത്തിന് പുറമെ ഒരു സീറ്റ് കൂടി ലഭിക്കണം എന്ന് പി.ജെ. ജോസഫിൻ്റെ ആവശ്യത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറയുകയാണ് ഉണ്ടായത്. ലയനത്തിൻ്റെ ഗുണം തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നത് ലയനത്തിൻ്റെ ഗുണം ആർക്കും കിട്ടിയിട്ടില്ല എന്നതിലൂടെ അദ്ദേഹം പറയുകയാണ് ഉണ്ടായത്. ലയനത്തിൻ്റെ ഗുണം ആർക്കും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കെ.എം. മാണി പിന്നീട് നിലപാട് തിരുത്തി. ജോസ് കെ മാണിയുടെ ജാഥയുടെ പേരിൽ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലയനത്തിന് ഗുണം എനിക്കും കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും ഗുണമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ നല്ല 2 കൂട്ടരോട് ഒരുമിച്ച് നിൽക്കുന്നത്. പിന്നെ ആ വലിയ ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് 100% മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് 90 കിട്ടിയിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. ഗുണം കിട്ടിയിട്ടില്ലെന്ന് പറയാനൊക്കെയില്ല. 90% ഗുണം കിട്ടിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം. കോട്ടയത്തിന് പുറമെ ജയസാധ്യതയുള്ള മറ്റൊരു സീറ്റ് കൂടി വേണമെന്ന് കെ.എം. മാണി ആവശ്യപ്പെട്ടു. ഇടുക്കി, ചാലക്കുടി സീറ്റ് സംബന്ധിച്ച് പി.ജെ. ജോസഫ് നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് അറിയില്ല എന്നും മാണി പറഞ്ഞു. കേരള കോൺഗ്രസ് കോട്ടയം സീറ്റ് ഏതായാലും ഉണ്ട്. അതിന് പുറമെ ഏത് സീറ്റ് കിട്ടട്ടെ, ഞങ്ങൾക്കൊരു സീറ്റ് കൂടെ വേണം. അത് പ്രിഫറൻസ് ഉണ്ട്. ഇടുക്കി തന്നോട്ടെ, ഇടുക്കി വേണം. ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി തരട്ടെ, അല്ലെ തൃശ്ശൂർ തരട്ടെ, അല്ലെ കേരളത്തിൽ എവിടെയെങ്കിലും തരട്ടെ, ഒരു കുഴപ്പമില്ല. എന്നാലും ജയിക്കുന്ന സീറ്റായിരിക്കണം. ചുമ്മാ പൊട്ട സീറ്റൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല. ഞങ്ങൾക്ക് 3 സീറ്റ് ഉണ്ടായിരുന്നൊരു പാർട്ടിയാണല്ലോ. അപ്പോൾ 2 സീറ്റ് ചോദിക്കുന്നൊരു അപാകതയൊന്നുമില്ല. ഞങ്ങൾക്ക് 2 സീറ്റ് വേണം. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും അദ്ദേഹം എന്ത് പറയാനാണ് ഉദ്ദേശിച്ചത്? പി.ജെ. ജോസഫിൻ്റെ ഉന്നയിച്ച കാര്യങ്ങളെന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണോ കൂടുതലായും ഉണ്ടായത്? ഒപ്പം ഈ സീറ്റ് സംബന്ധിച്ച് ജോസഫ് ഉന്നയിച്ച കാര്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന തോന്നലുണ്ടാക്കാനല്ലാതെ ഗൗരവത്തോടുകൂടി തങ്ങൾക്ക് 2 സീറ്റ് ആവശ്യമുണ്ട് എന്ന ആവശ്യം പാർട്ടി എന്ന നിലക്ക് മുന്നോട്ട് വെക്കുകയാണോ അദ്ദേഹം ചെയ്തത്? തീർച്ചയായും അങ്ങനെയൊക്കെ തന്നെയാണ് സനീഷ്. കാരണം ഈ ഒരു വിഷയത്തെ കേരള കോൺഗ്രസ് എം കെ.എം. മാണി വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ജോസഫ് ഉന്നയിച്ച വിമർശനങ്ങളെ കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ പ്രതികരണം എന്ന നിലയ്ക്ക് പി.ജെ. ജോസഫ് പറഞ്ഞതിന് നേരിട്ട് അങ്ങനെ ഒരു മറുപടിയിലേക്ക് കടക്കാൻ കെ.എം. മാണി തയ്യാറാകുന്നില്ല. പി.ജെ. ജോസഫ് അങ്ങനെ പറഞ്ഞു എന്ന് പോലും വിശ്വസിക്കുന്നില്ല എന്നാണ് കെ.എം. മാണി വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, പി.ജെ. ജോസഫ് പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഒന്നിലധികം സീറ്റ് വേണം, ഇടുക്കിയോ ചാലക്കുടിയോ കൂടി വേണം എന്ന ആവശ്യത്തെ കെ.എം. മാണി അതേ നിലയിൽ അംഗീകരിക്കുകയും ചെയ്യുന്നു. അർഹത തങ്ങൾക്കുണ്ട്. 3 സീറ്റിൽ മത്സരിച്ച പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ സാധൂകരിക്കുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായി ജാഥയെ സംബന്ധിച്ച അതൃപ്തികളും അസ്വസ്ഥതകളുമാണ് പി.ജെ. ജോസഫ് മുന്നോട്ട് വെച്ചത്. തങ്ങളോട് ആലോചിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് ചരൽക്കുന്ന് നേതൃ ക്യാമ്പ് തീരുമാനിച്ചത് പ്രകാരമാണ് ഇങ്ങനെ ഒരു ജാഥ നടത്തുന്നത്. ഇത്തരത്തിൽ ജാഥ നടത്തുന്നതിനിടയ്ക്ക് പി.ജെ. ജോസഫ് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് ദുരുദ്ദേശപരമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദുരുദ്ദേശമില്ല. മാത്രവുമല്ല, ജാഥയ്ക്കേറെ ഗുണം നൽകുന്നു. അങ്ങനെയൊക്കെ ഇന്നലെ ജോസഫ് പറഞ്ഞതുകൊണ്ടല്ലേ താനും ഇന്നിങ്ങനെ മാധ്യമങ്ങളെ കാണുകയും ഇതിനൊരു വലിയ പ്രചാരം കിട്ടുകയും ചെയ്യുന്നു. ആ നിലയ്ക്കാണ് അദ്ദേഹം ആ വിഷയത്തെയും പോസിറ്റീവായി കണ്ട് മുന്നിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൽ സ്വാഭാവികമായും ഈ ജോസഫിന്റെ നീക്കങ്ങളെ വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് കാണുന്നത്. നേരത്തെ ആന്റണി രാജുവും പി.സി. ജോർജും ഒക്കെ പറഞ്ഞതിന് സമാനമായ ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ അതിനെ അടിച്ചിരുത്താൻ കെ.എം. മാണി തയ്യാറാകുന്നില്ല. വീണ്ടും തുടർന്ന് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കണ്ട ശേഷമായിരിക്കും അതിനൊക്കെ ഒരു മറുപടി ഉണ്ടാകുക. എന്തായാലും കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് എം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ഉചിതമായ സ്ഥാനാർത്ഥി തങ്ങൾക്കുണ്ട്. പൊതു സമ്മതരെയൊക്കെ അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് എന്ന് കെ.എം. മാണി പറയുന്നു. സമയത്ത് അത് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് കെ.എം. മാണി വ്യക്തമാക്കുന്നത്. എന്തായാലും ജോസഫിന്റെ വിമർശനങ്ങളെ അതേപടി മറുപടി നൽകാൻ തൽക്കാലം കെ.എം. മാണി തയ്യാറാവുന്നില്ല ശ്രീജിത്ത്. പക്ഷേ ആ പാർട്ടി പിളർപ്പിലേക്കാണ് പോകുന്നത് എന്ന കാര്യം പുറത്തു നിൽക്കുന്ന പി.സി. ജോർജും ആന്റണി രാജുവിനെ പോലുള്ള ആളുകൾ പറയുന്നത് ആ നിലക്ക് എടുക്കേണ്ടതുണ്ടോ? ഈ കാര്യങ്ങളെയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന നിലപാടാണല്ലോ കെ.എം. മാണി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാട് മാനേജ് ചെയ്ത് പോകാനാകും എന്ന
സ്ഥിതിയായിരിക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായി വന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ ജോസഫിനൊപ്പമുള്ള ആളുകൾക്ക് ജോസഫിന് തന്നെയും മത്സരിക്കുക എന്നതിലേക്കൊക്കെ ഉള്ള ആഗ്രഹങ്ങളിലേക്ക് വരുന്നു. അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ മാനേജ് ചെയ്ത് പോകാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുമെന്ന് KM മാണിയും ആ ഭാഗവും വിചാരിക്കുന്നുണ്ടോ? സനീഷ്, ഇതിനെ നമുക്ക് പൂർണ്ണമായും ഇവരിപ്പോൾ പുറത്തു പറയുന്ന നിലയിൽ അതേപടി തന്നെ നമുക്ക് എടുക്കാനാകുമോ എന്ന് പോലും സംശയമാണ്. കാരണം പലതരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും കേരള രാഷ്ട്രീയത്തിൽ പയറ്റിയിട്ടുള്ളവർ തന്നെയാണ് KM മാണി ഉൾപ്പെടെയുള്ളവർ, അതേപോലെ PJ ജോസഫ് ഉൾപ്പെടെയുള്ളവർ. ജോസഫ് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യു ഡി എഫിൽ അത് അവതരിപ്പിക്കുക, കൂടുതൽ സീറ്റ് നേടുക എന്ന തന്ത്രം പോലും ഉണ്ട് എന്ന ഒരു ഭാഗം കൂടി പറയുന്നുണ്ട്. പക്ഷേ ജോസഫ് അതൃപ്തനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട്, കാരണം രാജ്യസഭാ സീറ്റടക്കം എമ്മിനൊപ്പം മാണിക്കൊപ്പം ഉണ്ടായിരുന്നവർക്ക് കൃത്യമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട്. തങ്ങൾക്കൊപ്പം ഇനിയും കൃത്യമായൊരു പ്രാതിനിധ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ അവസരം മുതലെടുക്കണമെന്ന അഭിപ്രായം ജോസഫിനൊപ്പമുള്ളവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ജനാധിപത്യ കേരള കോൺഗ്രസിനെ പോലെ പുറത്തു നിൽക്കുന്നവർ ഈ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുന്നു. അതൃപ്തരായവരെ ഒപ്പം കൂട്ടുക, അങ്ങനെ തങ്ങളുടെ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്ന തന്ത്രം അവരും പയറ്റുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്ത് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ തുടർ പ്രതികരണങ്ങളിലൂടെ മാത്രമേ നമുക്ക് അക്കാര്യത്തിലൊരു കൃത്യമായ വ്യക്തത വരുത്താനാകൂ. എന്തായാലും ഈ തന്ത്രം എന്ത് എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. സനീഷ്, നന്ദി. ശ്രീജിത്ത്, വിവരങ്ങൾക്ക്. കേരള കോൺഗ്രസിനകത്ത് വലിയ ഗൗരവതരമായ ചലനങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് ഏത് തരത്തിലാണ് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ ആണ് കാത്തിരുന്ന് കാണേണ്ടത്. PJ ജോസഫിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളെ കേട്ടിട്ടില്ല എന്ന മട്ടിൽ ഒഴിഞ്ഞു പോകാനാണ് KM മാണി ശ്രമിക്കുന്നത്. കൂടുതൽ സീറ്റ് വേണം എന്ന കാര്യത്തിൽ രണ്ടുപേർക്കും എന്തായാലും ഒരേ അഭിപ്രായമുണ്ട് എന്നിപ്പോൾ പറയേണ്ടതായി വരും. ഇടുക്കിയോ ചാലക്കുടിയോ തങ്ങൾക്ക് വേണം എന്ന നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. 3 സീറ്റുണ്ടായിരുന്ന പാർട്ടിയാണ്, 2 സീറ്റെങ്കിലും തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന കാര്യം ഒരു UDF മുന്നിലേക്ക് അത്തരമൊരു ആവശ്യം കൂടെ KM മാണി എടുത്തു വെക്കുന്നു. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി വരാനിരിക്കുകയാണ്. ഘടകകക്ഷി നേതാക്കളുമായി അടക്കം ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹം പരസ്യമായി ഈ ഒരു ആവശ്യം ഉന്നയിച്ചാണ് പോകുന്നത്. അത് PJ ജോസഫിനോടുള്ള പ്രതികരണം എന്ന നിലക്ക് മാത്രമായിരിക്കുകയില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ രാഹുൽ ഗാന്ധി ഉച്ചയോടെ കേരളത്തിലെത്തും. കൊച്ചിയിൽ നടക്കുന്ന കോൺഗ്രസ് നേതൃസംഗമത്തിൽ രാഹുൽ പങ്കെടുക്കും. UDF നേതാക്കളുമായും രാഹുൽ ഗാന്ധി ചർച്ച നടത്തും. N ശ്രീനാഥ് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ്, എപ്പോഴാണ് അദ്ദേഹം എത്തുക? ആരോടൊക്കെയാണ് ചർച്ചകൾ ഉണ്ടാവുക? എന്തൊക്കെയാണ് പരിപാടികൾ? മറ്റ് വിശദാംശങ്ങൾ എന്താ? സനീഷ്, 1:45 രാഹുൽ ഗാന്ധി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്ന് റോഡ് മാർഗം അദ്ദേഹം അന്തരിച്ച കോൺഗ്രസ് നേതാവ് MA ഷാനവാസിന്റെ വസതിയിൽ വരും. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കാണും. അതിനുശേഷം അവിടെ പ്രാദേശിക പാർട്ടി നേതാക്കളെയും കാണുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും അദ്ദേഹം പൊതുസമ്മേളന വേദിയിലേക്ക് എത്തുക. ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പ്രധാനമായും കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമാരാണ്. അവരോടൊപ്പം വനിതാ ബൂത്ത് വൈസ് പ്രസിഡന്റുമാരും പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം DCC KPCC ഭാരവാഹികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 30,000-ഓളം പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന പോലെ പാവപ്പെട്ടവർക്ക് മിനിമം വേതനം ഉറപ്പാക്കും എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പോലെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം UDF നേതാക്കളുടെ യോഗത്തിനായി പോവുക. അവിടെ ഗസ്റ്റ് ഹൗസിലാണ് ആ യോഗം നടക്കുക. ഏതാണ്ട് 4:45 മുതൽ 5:45 വരെ 1 മണിക്കൂർ നേരമാണ് UDF നേതാക്കളുമായുള്ള യോഗത്തിൽ അദ്ദേഹം സംബന്ധിക്കുക. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള യോഗമാണെങ്കിൽ കൂടിയും വിശദമായ ഒരു ചർച്ചയ്ക്ക് ആ യോഗത്തിൽ സമയമുണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 മണിക്കൂർ മാത്രമേ അദ്ദേഹം അവിടെ ചെലവഴിക്കൂ. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചു പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശ്രീനാഥ്, ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം പോലുള്ള സംഗതികളിലെ പ്രാഥമികമായിട്ടുള്ള ആശയവിനിമയം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാണി പറഞ്ഞതുപോലുള്ള 2 സീറ്റുകൾ വേണം എന്നതുപോലുള്ള ആവശ്യങ്ങൾ അത് സാധാരണഗതിയിൽ ഇവിടെ താഴേക്ക് പരിഹരിക്കുക എന്തായിരിക്കും സാധാരണഗതിയിൽ നടക്കുക? ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടാൻ എത്രത്തോളം സാധ്യതയുണ്ട്?
ഇത്തരം വിശദമായ ഒരു ചർച്ചയ്ക്ക് ഇന്ന് വേദിയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1 മണിക്കൂർ മാത്രമാണ് രാഹുൽ ഗാന്ധി UDF നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി ഉള്ള എതിർപ്പുകളും അത്തരം പ്രശ്നങ്ങളുമൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു സമയമുണ്ടാവില്ല. അത് KPCC തലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിലോ ഉന്നതമായ തലത്തിലോ പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയായിരിക്കും നടക്കുക. പ്രധാനമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒറ്റക്കെട്ടായി മുന്നേറണം എന്നൊരു സന്ദേശം UDF നേതാക്കൾക്ക് അദ്ദേഹം കൈമാറുക മാത്രമായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുക. അല്ലാതെ വിശദമായൊരു ചർച്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുന്നണികൾ ഉന്നയിച്ച സീറ്റ് സംബന്ധിച്ച തർക്കങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ പരിഹരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക അസാധ്യമാണ്. ഏതായാലും വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാകണം എന്നൊരു സന്ദേശം അദ്ദേഹം UDF നേതാക്കൾക്ക് നൽകാനുള്ള സാധ്യതയുണ്ട്. നന്ദി ശ്രീനാഥ്. വിവരങ്ങൾക്ക്. രാഹുൽ ഗാന്ധി 1:30 കൊച്ചിയിലെത്തും. അദ്ദേഹത്തിന് 5 മണി വരെയാണ് കേരളത്തിൽ പരിപാടികളുള്ളത്. അദ്ദേഹം ആദ്യം പോവുക MI ഷാനവാസ്, അന്തരിച്ച കോൺഗ്രസ് നേതാവ് MI ഷാനവാസിന്റെ കൊച്ചിയിലെ വസതിയിലേക്കാണ്. അതിനുശേഷം അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കും. UDF ഘടകകക്ഷി നേതാക്കളുമായുള്ള ചെറിയ ആശയവിനിമയം കൂടെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അടക്കമുള്ളവർ തയ്യാറായിരിക്കുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ. നദികൾ മലിനമാക്കിയതിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ. കേരളത്തിലെ മലിനമായ നദികളെ പുനരുജ്ജീവിപ്പിക്കാൻ ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ള അധ്യക്ഷനായ സമിതിയെ ട്രിബ്യൂണൽ ചുമതലപ്പെടുത്തി. നദികൾ മലിനമാക്കുന്നവരും സർക്കാർ ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ അവകാശം ലംഘിക്കാൻ ഒത്തുകളിക്കുന്നുവെന്നും ഹരിത ട്രിബ്യൂണൽ പരാമർശം നടത്തി. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, വിശദാംശങ്ങൾ എന്താണ്? ഉണ്ണികൃഷ്ണൻ, കേൾക്കാമോ? എന്താണ് വിശദാംശങ്ങൾ? ഏതെങ്കിലും പ്രത്യേകമായ ഒരു സംഭവത്തിൽ ഊന്നിയെന്നാണോ ട്രിബ്യൂണലിന്റെ ഈ പരാമർശവും നടപടിയും? സംസ്ഥാന സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടിരിക്കുന്നുവെന്നാണ് വിവരം. വാർത്ത. നടപടി നദീകൾ മലിനമാക്കിയതിനാണ്. ഈ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെയുള്ള ഒത്തുകളിയാണ് ഇതിന് പിന്നിൽ എന്നുകൂടെ ട്രിബ്യൂണൽ പറയുന്നു. പ്രത്യേകമായ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് തിരിച്ചു വരാം. മറ്റ് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സോഷ്യലിസ്റ്റ് നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. റെയിൽവേ, വാർത്താവിനിമയം, വ്യവസായം വകുപ്പുകളുടെ ചുമതല വഹിച്ചു. പൊഖ്റാൻ ആണവ പരീക്ഷണ കാലത്തും കാർഗിൽ യുദ്ധസമയത്തും പ്രതിരോധ മന്ത്രിയായിരുന്നു. 9 തവണ ലോക്സഭാംഗമായി. അടിയന്തരാവസ്ഥയെ ശക്തമായി എതിർത്ത നേതാവാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായത്? എപ്പോഴാണ് സംസ്കാരം? മറ്റ് വിവരങ്ങൾ എന്താ? സനീഷ്, രാവിലെ 9:30 മുമ്പാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഡൽഹി സാകേതിലെ മാക്സ്വെൽ എന്ന സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ മൃതദേഹം എംബാം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി എയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുശേഷമായിരിക്കും മൃതദേഹം പഞ്ചശീൽ സ്ട്രീറ്റിലെ 114 നമ്പർ വസതിയിൽ പൊതുദർശനത്തിനടക്കം വെക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ വിദേശത്ത് ആണ് ഉള്ളത്. മകൻ ഏതാണ്ട് രാത്രി 9:30 ശേഷം മാത്രമാണ് മകൻ ഡൽഹിയിൽ എത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ടാണ് എംബാം ഉൾപ്പെടെയുള്ള നടപടികൾ മൃതദേഹം എംബാം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്കായി ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. നാളെ വൈകിട്ടോടുകൂടി മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ക്രിസ്തീയ ആചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും അദ്ദേഹം പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി ഔദ്യോഗിക പദവികൾ അലങ്കരിച്ച വ്യക്തി എന്ന നിലയിൽ ഔദ്യോഗിക ബഹുമതികളോട് കൂടി തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതായത് എംബാം നടപടികൾ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. എന്തായാലും സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ജനാധിപത്യ നേതാവിനെ കൂടിയാണ് നഷ്ടമാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 1930 അദ്ദേഹത്തിന്റെ ജനനം. മംഗലാപുരത്തെ കുടുംബത്തിലായിരുന്നു ജനനം. 6 മക്കൾ ഉള്ള കുടുംബത്തിലെ മൂത്ത മകനായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ വൈദിക പഠനത്തിനായി കുടുംബം അയക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് രാജ്യം കണ്ട ഒരു വിപ്ലവ പോരാളിയായി ജോർജ് ഫെർണാണ്ടസ് മാറുകയായിരുന്നു. മംഗലാപുരത്തായിരുന്നു ജനനമെങ്കിലും മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിലെ രാഷ്ട്രീയ പ്രവർത്തകൻ
ഉടലെടുത്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ ആകർഷണരാകുകയും തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ സജീവമായി മുന്നിട്ട് നിൽക്കുകയും അത്തരം പോരാട്ടങ്ങളിലൂടെ രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധേയനായ നേതാവായി മാറുകയും ചെയ്തിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഒരു നേതാവ് ഉയർന്നു വരികയും ദേശീയ രാഷ്ട്രീയത്തെ തന്നെ പ്രക്ഷോഭിക്കുകയും ചെയ്യുക എന്നത് വളരെ വിരളമായ ഒരു സാഹചര്യം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം പോലും അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനങ്ങളെ എതിർത്തുകൊണ്ടായിരുന്നു അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിച്ചത് എന്നതും എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിനെ അദ്ദേഹം നേരിട്ട് ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സമുന്നതനായ നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉൾപ്പെടെ അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഇന്ദിരാഗാന്ധിയെ പോലും ഭയപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് 50കളിലും 60കളിലും എല്ലാം അദ്ദേഹം റെയിൽവേയിലെ ജീവനക്കാരൻ എന്ന നിലയിൽ റെയിൽവേ തൊഴിലാളികളെ അടക്കം യോജിപ്പിക്കുകയും അത്തരത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ രാജ്യത്ത് ആകമാനമുള്ള റെയിൽവേ സംവിധാനത്തെ നിശ്ചലമാക്കിക്കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ സമര പോരാട്ടങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. 9 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്ത നേതാവാണ്. വ്യവസായം, റെയിൽവേ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ, നിരവധി വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ റെയിൽവേയിലെ അദ്ദേഹത്തിന്റെ മുൻ അനുഭവ സമ്പത്ത് തന്നെയാകാം കൊങ്കൺ റെയിൽവേ യാഥാർത്ഥ്യമാകുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കാൻ സാധിച്ചത്. പിന്നീട് അദ്ദേഹം BJP-യോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അത് രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഏറെ വിമർശനങ്ങൾ നേരിട്ട സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിനും NDA കെട്ടിപ്പടുക്കുന്നതിനും ഒക്കെ നിർണായകമായ പങ്കുവഹിച്ച ഒരാൾ കൂടിയാണ് ജോർജ് ഫെർണാണ്ടസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് രാജ്യത്തെ രാഷ്ട്രീയ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. മുൻ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ് രാവിലെയാണ് അന്തരിച്ചത്. മുൻ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ അനുശോചിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർഭയമായി കാര്യങ്ങൾ തുറന്നു പറയുന്ന നേതാവായിരുന്നു ജോർജ് ഫെർണാണ്ടസ് എന്നും അദ്ദേഹം അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് രാഹുൽ ഗാന്ധിയും അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരും AK ആന്റണി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി എനിക്ക് അടുത്ത് പരിചയപ്പെടാനുള്ള അവസരം ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന അവസരത്തിൽ ഞാനായിരുന്നു മിനിസ്റ്റർ ഫോർ ഡിഫൻസ് പ്രൊഡക്ഷന്റെ ചുമതല എനിക്കായിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹമായിട്ട് വളരെ അടുത്ത് പെരുമാറാനുള്ള അവസരം ഉണ്ടായ അവസരത്തിൽ അദ്ദേഹത്തിന്റെ തീക്ഷണമായിട്ടുള്ള ബുദ്ധിശക്തിയും, 2 സത്യാവസ്ഥ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളത്തിന്റെ പഴയ നിലപാടൊന്നും മാറ്റം വരുത്താൻ സത്യാവസ്ഥ മനസ്സിലാക്കിയാൽ അദ്ദേഹം ചെയ്യാറുള്ളത് ഒരു തുറന്ന മനസ്സുള്ള ആളായിരുന്നു. ഞങ്ങളൊക്കെ ഈ 30 വർഷത്തിന്റെ പോളിറ്റിക്സ് ആവുന്ന പഠിച്ചത്. ഒന്നും ഒരു പേടിയില്ലാത്ത ആള്, വളരെ എല്ലാവർക്കും ശരിയായിട്ട് പോളിറ്റിക്സ് പഠിപ്പിക്കുന്ന ആളായിരുന്നു. ഗ്രേറ്റ് നാഷണലിസ്റ്റ് ആയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ചാലക ശക്തിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. അഭിപ്രായം പറയാൻ, തുറന്നു പറയാൻ അദ്ദേഹത്തിന് വലിയ കഴിവായിരുന്നു. വലിയ വാഗ്മിയായിരുന്നു ജോർജ്, ഗ്രേറ്റ് ഒറേറ്റർ. പിന്നെ മന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹം വലിയ കഴിവിട്ട മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ അറിയപ്പെടുക ഒരു പ്രബുദ്ധ, ഒരു വിപ്ലവകാരിയായിട്ടുള്ള, ഒന്നിനും ഭയപ്പെടാത്ത, കൂസലാക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ്. അഗാധമായ പ്രയാസവും വിഷവും മനസ്സിൽ ദുഃഖവുമുണ്ട് ആ വലിയ മനുഷ്യൻ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ജോർജ് ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോവില്ല. അദ്ദേഹത്തിന് 2 ചരിത്രം. മറ്റു വാർത്തകളിലേക്ക്. നദികൾ മലിനമാക്കിയതിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ. കേരളത്തിലെ മലിനമായ നദികളെ പുനരുജ്ജീവിപ്പിക്കാൻ ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ള അധ്യക്ഷനായ സമിതിയെ ട്രിബ്യൂണൽ ചുമതലപ്പെടുത്തി. നദികൾ മലിനമാക്കുന്നവരും സർക്കാർ ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ അവകാശം ലംഘിക്കാൻ ഒത്തുകളിക്കുന്നുവെന്നും ഹരിത ട്രിബ്യൂണലിന്റെ പരാമർശമുണ്ട്. വിവരങ്ങളുമായി M ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഏതെങ്കിലും പ്രത്യേകമായ കേസ് എടുത്തു പറഞ്ഞാണോ ഹരിത ട്രിബ്യൂണൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്? ഈ നദികളെ പുനരുജ്ജീവിപ്പിക്കുക എന്നതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ സമിതി ചെയ്യുക?
സനീഷ്, കേരളത്തിലെ നദികളെ മലിനീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ സുപ്രധാനമായ ഇടപെടലാണ് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2 കേസുകളിലായാണ് ഹരിത ട്രിബ്യൂണൽ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഒന്ന് കരമനയാറിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മറ്റൊന്ന് പെരിയാറിലെ മലിനീകരണം, പെരിയാറിലേക്ക് ആശുപത്രി മാലിന്യങ്ങൾ അടക്കം തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ 2 കേസുകളിലും ഹരിത ട്രിബ്യൂണൽ സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും വീഴ്ചകൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ആദ്യം കരമനയാറിന്റെ വിഷയത്തിൽ സംസ്ഥാനത്തെ എല്ലാ നദികളിലെയും മലിനമായ അവസ്ഥ ചൂണ്ടിക്കാട്ടുകയാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയ്തിരിക്കുന്നത്. ഈ നദികളുടെ മലിനീകരണ പ്രശ്നം മാറ്റുന്നതിന് സമഗ്രമായ ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും ഒരു മേഖല കേന്ദ്രീകരിച്ച് മാത്രമാണ് സർക്കാർ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സംസ്ഥാന സർക്കാരാകട്ടെ ഈ മലിനീകരണത്തിന് ഉത്തരവാദികളായ ആൾക്കാരിൽ നിന്നും പിഴ ഈടാക്കാൻ ശ്രമിക്കുന്നുമില്ല. അവരിൽ നിന്നും പിഴ ഈടാക്കാനും നഷ്ടപരിഹാരം ഈടാക്കാനുമുള്ള വ്യവസ്ഥ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് ഈടാക്കാത്തത്? സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ ഒത്തുകളിക്കുകയാണോ എന്നാണ് കോടതി ചോദിക്കുന്നത്. മലിനീകരണം ഉണ്ടാക്കുന്ന എല്ലാ വ്യവസായങ്ങളും അടച്ചുപൂട്ടാനാണ് ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഏപ്രിൽ 25-ാം തീയതി നേരിട്ട് ഹാജരായി വിശദീകരണം നൽകുകയും വേണം. മാത്രമല്ല ഈ മലിനീകരണ വിഷയത്തിൽ നടപടി എടുക്കാത്ത സാഹചര്യത്തിലാണ് നദികളുടെ പുനരുജ്ജീവനത്തിനായി ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ള അധ്യക്ഷനായ സമിതിക്ക് ഹരിത ട്രിബ്യൂണൽ രൂപം നൽകിയിരിക്കുന്നത്. ഈ സമിതി നദികളുടെ മലിനീകരണം, അത് തടയാനുള്ള നടപടികൾ എന്നിവയൊക്കെ ട്രിബ്യൂണലിന് നിർദ്ദേശിക്കുകയാണ് വേണ്ടത്. ഒപ്പം പെരിയാറിലെ മലിനീകരണ കേസിൽ, ആശുപത്രി മാലിന്യങ്ങൾ തള്ളുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന മലിനീകരണ ബോർഡ് ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് ഹരിത ട്രിബ്യൂണൽ നിരീക്ഷിക്കുന്നത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു കമ്മിറ്റിക്ക് രൂപം നൽകുകയും അവർ അടിയന്തരമായി പെരിയാറിലെ മലിനീകരണ പ്രശ്നങ്ങളിൽ റിപ്പോർട്ട് നൽകാനായി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ, ഈ നഷ്ടപരിഹാരം ഈടാക്കണമെന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെ കമ്പനികളിൽ നിന്ന് എത്രത്തോളം തുക എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടാണോ ഹരിത ട്രിബ്യൂണലിന്റെ വിധി വന്നിരിക്കുന്നത്? ഒപ്പം ഈ സ്ഥാപനങ്ങൾ, മലിനീകരണത്തിന് കാരണമാകുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക എന്നതൊക്കെ ഉണ്ടാക്കാവുന്ന പ്രായോഗികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ള ആലോചനകൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ? ഈ സമിതിയുടെ ചുമതലയിലേക്കാണോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കൽ വരിക? അതായത് ഈ മലിനീകരണം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അടച്ചുപൂട്ടാൻ അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ സമിതിക്ക് നൽകാനായി കഴിയും. അതായത് ഈ മലിനീകരണം ഉണ്ടാകുന്നുവെന്ന് വളരെ കാലമായി തെളിഞ്ഞിട്ടും അവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചിരുന്നില്ല. ജീവിക്കാൻ ഓരോ പൗരന്മാർക്കും നൽകുന്ന അവകാശത്തിന്റെ ലംഘനമാണെന്നാണ് ഹരിത ട്രിബ്യൂണൽ പറയുന്നത്. അങ്ങനെ അവകാശം ലംഘിക്കുകയും സംസ്ഥാന സർക്കാർ ഒത്തുകളിച്ചുവോ എന്ന് സംശയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കാമെന്ന വ്യവസ്ഥ ഹരിത ട്രിബ്യൂണൽ ഉപയോഗിച്ചിരിക്കുന്നത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ആൾക്കാരുടെ ജീവനും ഒപ്പം ഈ പരിസ്ഥിതിക്കുമുണ്ടായ നാശങ്ങൾ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത്. ആ നഷ്ടപരിഹാരം എത്രയെന്നും അതിനുള്ള തുടർ നടപടികൾ വ്യക്തമാക്കിക്കൊണ്ട് ഹരിത ട്രിബ്യൂണൽ വീണ്ടും ഒരു ഉത്തരവ് കൂടി ഇറക്കും. ആ ഉത്തരവ് ഇറക്കുന്ന വേളയിലാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് നേരിട്ട് ഹാജരാകാനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോട് കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഗ്യാരണ്ടി നൽകാമെന്ന ഒരു വ്യവസ്ഥ കൂടി ഹരിത ട്രിബ്യൂണൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് സർക്കാരിന് മേൽ ഇത്രയും കാലമായി ചെയ്യാതിരുന്ന കാട്ടിയിരുന്ന അലംഭാവത്തിന് സർക്കാരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥകൾ, ഒപ്പം വേണമെങ്കിൽ സർക്കാരിനെ ഈ മലിനീകരണം ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ എന്നിവരുടെ ഭാഗത്തു നിന്നൊക്കെ നഷ്ടപരിഹാരം ഈടാക്കാനുള്ള ഒരു സാധ്യത കൂടി ട്രിബ്യൂണൽ മുന്നോട്ട് വയ്ക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡും അങ്ങോട്ട് നൽകിയ വിവരങ്ങൾ, വിശദാംശങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? ഇതിപ്പോൾ ഈ സമിതി ഇങ്ങോട്ട് വരുന്നത് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കൂടെ വീഴ്ചകളെ കണ്ടെത്തുക, അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സംവിധാനം എന്ന നിലക്കായിരിക്കുമോ? തീർച്ചയായും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നിട്ടുണ്ട്, സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് ട്രിബ്യൂണൽ പറയുന്നത്. കരമനയാർ വിഷയത്തിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് തന്നെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് മലിനീകരണം തടയുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നടക്കം അലംഭാവമുണ്ടായി. സംസ്ഥാന സർക്കാർ 513 കോടി രൂപ വിവിധ നദികളിലെ മലിനീകരണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി, ആ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി 513 കോടി രൂപയുടെ പദ്ധതി ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ ഈ 513 കോടി രൂപ എവിടെ നിന്ന് വരുമെന്ന് ബജറ്റിൽ യാതൊരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ വെറും കടലാസ് പദ്ധതികൾ കൊണ്ട് മാത്രം ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റിയെന്ന് പറയാൻ സർക്കാരിന് കഴിയുകയില്ല. അത്തരത്തിൽ കണ്ണിൽ പൊടിയിടുന്ന നടപടികളിലൂടെ സർക്കാരിന് പരിസ്ഥിതി മലിനീകരണം തടയാൻ കഴിയില്ല എന്നാണ് വളരെ രൂക്ഷമായ ശക്തമായ ഭാഷയിലുള്ള ഈ വിധിന്യായത്തിലൂടെ ദേശീയ ഹരിത ട്രിബ്യൂണൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച, ഒപ്പം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വീഴ്ച, ഈ 2 വീഴ്ചകളും
നദികളും വ്യക്തമാക്കുന്നുണ്ട്. അത് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ സംവിധാനങ്ങൾക്കുപരിയായി 2 കമ്മിറ്റികൾ വരുന്നത്. ഒരു പെരിയാറിന്റെ കാര്യത്തിലാണെങ്കിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും ജില്ലാ കലക്ടറും അധ്യക്ഷനായ സമിതിയാണ് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വീഴ്ചകളടക്കം കണ്ടെത്തേണ്ടത്. ഒപ്പം മറ്റ് നദികളിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ജസ്റ്റിസ് A.V. രാമകൃഷ്ണപിള്ള, അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് വിശദമായ പരിശോധന നടത്തുകയും ഏത് തരത്തിൽ നദികളിലെ മലിനീകരണം തടയാമെന്ന് വ്യക്തമാക്കുകയും വേണ്ടത്. അതായത് ഈ വിധികൾ രണ്ടും നോക്കുകയാണെങ്കിൽ കേരളത്തിലെ നദികളിലെ മലിനീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന ചുവടുവയ്പായി ഇത് മാറും ഈ നിർദ്ദേശങ്ങൾ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സനീഷ്, വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് ഹരിത ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നന്ദി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾക്ക്. സംസ്ഥാനത്തെ നദികൾ പ്രധാനമായിട്ടും കരമനയാറും പെരിയാറുമാണ് അവരുടെ പരിശോധനയ്ക്കകത്തേക്ക് വന്നത്. അവിടങ്ങളിൽ മലിനീകരണം നടത്തുന്ന ആളുകളും ഈ സംസ്ഥാന സർക്കാരും മറ്റ് സംവിധാനങ്ങളും തമ്മിൽ ഒരു ശരിയല്ലാത്ത ഐക്യമുണ്ട്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ നദികൾ വല്ലാത്ത തോതിൽ മലിനമാവുകയും ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് ഹരിത ട്രിബ്യൂണൽ മനസ്സിലാക്കുകയും അത് സംബന്ധിച്ച് പറയുകയും ചെയ്യുന്നു. മലിനമായ നദികളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള സമിതി ഏർപ്പെടുത്തുകയാണ് ഹരിത ട്രിബ്യൂണൽ ചെയ്തിരിക്കുന്നത്. രണ്ടിടത്തും പെരിയാറിലാണെങ്കിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, കലക്ടർ എന്നിവർ ചേർന്ന സമിതി ഇക്കാര്യത്തിൽ വേണ്ട പഠനം നടത്തി നഷ്ടപരിഹാരം ഈടാക്കണം, ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് മലിനീകരണം തുടരാതിരിക്കാനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് ഹരിത ട്രിബ്യൂണൽ ഉത്തരവിടുന്നു. ഒപ്പം കരമനയാറിൻ്റെ കാര്യത്തിൽ, ഒപ്പം മറ്റു നദികളുടെ കാര്യത്തിൽ ജസ്റ്റിസ് A.V. രാമകൃഷ്ണപിള്ള അധ്യക്ഷനായ ഒരു സമിതിയെ ട്രിബ്യൂണൽ നിയമിക്കുകയാണ്. ഈ ട്രിബ്യൂണലിനായിരിക്കും മലിനീകരണ നിയന്ത്രണ ബോർഡ് വരുത്തിയ വീഴ്ചകളെ സംബന്ധിച്ചടക്കമുള്ള റിപ്പോർട്ടുകൾ നൽകുകയും അതിനുമേൽ നടപടികൾ സ്വീകരിക്കാനുമുള്ള അധികാരമുണ്ടായിരിക്കുക. നഷ്ടപരിഹാരം ഈടാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഹരിത ട്രിബ്യൂണലിൻ്റെ വിധി ഏത് നിലക്കായിരിക്കും സംസ്ഥാന സർക്കാരും മറ്റു ബന്ധപ്പെട്ട ഏജൻസികളും നടപ്പാക്കുക എന്നത് ഒരു കാര്യമാണ്. എങ്കിൽ തന്നെയും അങ്ങേയറ്റം പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നദികളെ സംബന്ധിച്ച് അവയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ഇടപെടലാണ് ഹരിത ട്രിബ്യൂണലിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. വാർത്തകൾ തുടരുന്നു. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ SP ചൈത്ര തെരേസ ജോൺ നടത്തിയ റെയ്ഡിനെക്കുറിച്ച് അന്വേഷിച്ച ADGP മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറി. ചൈത്ര തെരേസ ജോണിന്റെ നടപടി ശരിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയത്. സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാം എന്ന ശുപാർശയോടെയാണ് റിപ്പോർട്ട് കൈമാറിയത്. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, ആ റിപ്പോർട്ടിനകത്ത് പ്രധാനമായും എന്താണ് പറയുന്നത്? സർക്കാരിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും? സനീഷ്, ഇന്നലെയാണ് ADGP മനോജ് എബ്രഹാം DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് റിപ്പോർട്ട് കൈമാറിയത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൈത്ര തെരേസ ജോണിന്റെ നടപടിയിൽ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നില്ല. അതിൽ മറ്റ് നിയമപ്രശ്നങ്ങളൊന്നുമില്ല. നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയായിരുന്നു അവിടെ പോലീസ് റെയ്ഡ് നടത്തിയത്. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തുമ്പോൾ പാലിക്കേണ്ട ഒരു ജാഗ്രത കുറവ് ഉണ്ടായിരുന്നു എന്ന പൊതുവായ ഒരു വിമർശനം മാത്രമാണ് അതിലുള്ളത്. മറ്റ് നടപടി ശുപാർശകളൊന്നും ADGPയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല. ഈ റിപ്പോർട്ട് അതേപടിയാണ് ഇപ്പോൾ DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി തുടർ നടപടിയുടെ കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാമെന്നാണ് DGP ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇനി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇന്നലെ പോലീസ് റിപ്പോർട്ടിന് നേർവിപരീതമായ ഒരു നിലപാടാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി എടുത്തത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് വീഴ്ച പറ്റി എന്നതായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ എടുത്ത നിലപാട്. സ്വാഭാവികമായും ഇനി എന്ത് തുടർ നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് അറിയേണ്ടത്. താക്കീത് പോലെയുള്ള ചില ലഘുവായ നടപടിക്രമങ്ങളിൽ മാത്രം ഈ പ്രശ്നം തീരാനാണ് സാധ്യത. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് സർക്കാരും നീങ്ങാൻ സാധ്യതയില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. നന്ദി സജിത്ത് വിവരങ്ങൾക്ക്. സീറ്റിനായി LDFൽ സമ്മർദ്ദത്തിനൊരുങ്ങി ജനാധിപത്യ കേരള കോൺഗ്രസും. ഫ്രാൻസിസ് ജോർജിനെ മുന്നിൽ നിർത്തിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നീക്കം. കോട്ടയമോ പത്തനംതിട്ടയോ ലഭിച്ചാൽ ഫ്രാൻസിസ് ജോർജിനെ ഇറക്കി വിജയം ഉറപ്പിക്കാം എന്നാണ് പാർട്ടിയുടെ അവകാശവാദം. LDFൽ അംഗമായ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിൽ മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ പാർലമെന്റ് അംഗമായ മുതിർന്ന നേതാവ് ഫ്രാൻസിസ് ജോർജിനെ രംഗത്തിറക്കിയാൽ ഈ കുറവ് പരിഹരിക്കാം. ഈ കണക്കുകൂട്ടലിലാണ് കോട്ടയമോ പത്തനംതിട്ടയോ ചോദിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളെ പരിഗണിക്കുന്നത് സ്വാഭാവികമായി LDFന് ഗുണകരമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ പരിഗണിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇടുക്കിയിൽ PJ ജോസഫ് മത്സരിച്ചേക്കുമെന്ന സാധ്യത മുന്നിൽ കണ്ടാണ് പത്തനംതിട്ടയോ കോട്ടയമോ ചോദിക്കാൻ തീരുമാനിച്ചത്. മത്സരിക്കാൻ അവസരം ലഭിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിലെ അതൃപ്തർ ഒപ്പം ചേരുമെന്നാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ വിശ്വാസം. ജോസഫ് വിഭാഗത്തെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പക്ഷെ ആ പ്രസ്ഥാനത്തിലുള്ളവരാണ് ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തി അതിലവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ ധീരമായിട്ടുള്ള ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ച് ഒരു ഘട്ടത്തിലേക്ക് വരേണ്ടത്.
അങ്ങനെ വരട്ടെ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ എടുക്കേണ്ട നിലപാട് അല്ലെങ്കിൽ ഞങ്ങൾ നടത്തേണ്ട ഒരു പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. ഏതായാലും മുന്നണി പ്രവേശനത്തിന് തൊട്ടുപിന്നാലെയുള്ള സീറ്റ് മോഹം സാധിച്ചെടുക്കുക അത്ര എളുപ്പമാവില്ല ജനാധിപത്യ കേരള കോൺഗ്രസിന്. ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥി മാത്രം പോരാ LDFനെ സ്വാധീനിക്കാൻ. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. പാലക്കാട് ഇത്തവണ MP-യും MLA-യും തമ്മിലാകുമോ മത്സരം? മണ്ഡലം പിടിക്കാൻ ഷാഫി പറമ്പിൽ MLA ഇറക്കണമെന്നാണ് കോൺഗ്രസിലെ വികാരം. MP രാജേഷിന് 3-ാം ഊഴം, പക്ഷേ പാർട്ടി നേതൃത്വം സ്ഥിരീകരിക്കുന്നില്ല. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ BJP തന്ത്രം മെനയുന്ന മണ്ഡലം കൂടിയായതിനാൽ പാലക്കാട് ഇത്തവണ മത്സരം കടുക്കും. CPM-നായി സിറ്റിംഗ് MP MB രാജേഷ്, കോൺഗ്രസിനായി സിറ്റിംഗ് MLA ഷാഫി പറമ്പിൽ. ഇരുവർക്കും കടുത്ത മത്സരം നൽകി BJP. അങ്ങനെയൊരു പോരാട്ടം ഇത്തവണ പാലക്കാടുണ്ടാവുമോ? ഷാഫി പറമ്പിൽ മത്സരത്തിനുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നൽകുന്ന സൂചന. എന്നാൽ 2 തവണയിൽ കൂടുതൽ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന CPM തീരുമാനത്തിൽ ഇളവുണ്ടായാലേ MB രാജേഷ് ഉണ്ടാകൂ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അങ്ങനെയാണ്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് 2 മണ്ഡലങ്ങളും LDFന് നിലനിർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. 1957 മുതൽ ഇതുവരെ നടന്ന 15 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 4 തവണ മാത്രമേ കോൺഗ്രസിന് പാലക്കാട് പിടിക്കാനായിട്ടുള്ളൂ. ഇത്തവണ മണ്ഡലം പിടിക്കാൻ ഷാഫി പറമ്പിൽ എന്ന യുവ MLA-യെ കോൺഗ്രസ് ഇറക്കുമോ? ഷാഫിയുടെ മറുപടി ഇങ്ങനെ: ഇപ്പം മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ MLA-മാർ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. MLA-മാരല്ലാത്ത ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട്. അപ്പം അതിലെ ഏറ്റവും ബെസ്റ്റ് ചോയ്സിലേക്കാണ് പാർട്ടി നേതൃത്വം പോകുക. പിന്നെ അങ്ങനെ ഒരു ആലോചനകളില്ലാണ്ട് ഒരൊറ്റ തീരുമാനമായിരിക്കില്ലല്ലോ. ഇതിപ്പം ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നു കേരളത്തിലെ പാർട്ടി നേതൃത്വവും അവരെല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ ഒരു തീരുമാനം എടുക്കുക. തീരുമാനം അങ്ങനെയല്ലേ വരുള്ളൂ. കഴിഞ്ഞ തവണ 1,36,000-ലേറെ വോട്ട് നേടിയ BJP-യും ഇത്തവണ കച്ചമുറുക്കി തന്നെയാണ്. ജില്ലാ പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഏറ്റവും മുന്നിൽ. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. പിറവം പള്ളി തർക്കക്കേസ് പരിഗണിക്കുന്നതിൽ നിന്നും 4ാമത്തെ ബെഞ്ചും പിന്മാറി. ജസ്റ്റിസുമാരായ K ഹരിലാലും ആനി ജോണും ഉൾപ്പെട്ട ബെഞ്ചാണ് പിന്മാറിയത്. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, പിറവം പള്ളിക്കേസിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന ഹർജികൾ പരിഗണിക്കലിൽ നിന്നുമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ 4ാമത്തെ ബെഞ്ചും പിന്മാറിയിരിക്കുന്നത്. നേരത്തെ ജസ്റ്റിസ് CK അബ്ദുൾ റഹീം, ജസ്റ്റിസ് TV അനിൽകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഈ കേസ് വാദം കേൾക്കും നിന്നും പിന്മാറിയിരുന്നു. കാരണം വ്യക്തമാക്കാതെയായിരുന്നു ജഡ്ജിമാരുടെ പിന്മാറ്റം. ഹർജികൾ ഇനി മറ്റൊരു ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെയായിരിക്കും പരിഗണിക്കാൻ വരിക. ഇനി പിറവം പള്ളിക്കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നും പള്ളിയിൽ മതപരമായ ചടങ്ങുകൾ നടത്താൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗവും പ്രശ്നങ്ങൾ ഒത്തുതീർക്കാൻ സമാധാനപരമായ ശ്രമങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് യാക്കോബായ പക്ഷവും നൽകിയിട്ടുള്ള ഹർജികളാണ് ഹൈക്കോടതി പരിഗണിക്കേണ്ടത്. ഈ കേസ് ആദ്യം പരിഗണിച്ച ജസ്റ്റിസ് PR രാമചന്ദ്രൻ മേനോൻ, ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എന്നിവർ ആദ്യം തന്നെ ഒഴിവായിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അഭിഭാഷകനായിരിക്കെ പള്ളിക്കേസിൽ ഹാജരായിട്ടുണ്ടെന്ന കക്ഷിക്കാർ ആരോപിച്ചതിനെ തുടർന്നാണ് അന്ന് ആദ്യത്തെ ബെഞ്ച് പിന്മാറിയത്. 2018 ഡിസംബർ 11-നായിരുന്നു ആദ്യ ബെഞ്ചിന്റെ പിന്മാറ്റം. തുടർന്ന് കേസ് പരിഗണിക്കാനെടുത്ത ജസ്റ്റിസ് V ചിദംബരേഷ്, ജസ്റ്റിസ് R നാരായണ പിഷാരടി എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചും ഡിസംബർ 21-ന് പിന്മാറി. ചിദംബരേഷ് അഭിഭാഷകനായിരിക്കെ പള്ളിക്കേസുകളിൽ ഹാജരായിട്ടുന്ന കക്ഷികൾ ചൂണ്ടിക്കാട്ടി. ഇതിനെ തുടർന്നായിരുന്നു ആ ബെഞ്ചിന്റെയും പിന്മാറ്റം. 3ാമത്തെ ബെഞ്ചിന്റെ പിന്മാറ്റം കാരണം വ്യക്തമാക്കാതെയാണ് ബെഞ്ച് പിന്മാറിയത്. ഇപ്പോൾ 4ാമത് ജസ്റ്റിസ് ഹരിലാലും ആനി ജോണും ഉൾപ്പെട്ട ബെഞ്ചും ഈ ഹർജി പരിഗണിക്കലിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. സനീഷ്, നന്ദി പ്രകാശ് വിവരങ്ങൾക്ക്. മറ്റു വാർത്തകളിലേക്ക്. UDF-ൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എന്ന് കൺവീനർ ബെന്നി ബെഹനാൻ. ഒരു ഘടകകക്ഷിയും ഔദ്യോഗികമായി സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സീറ്റ് വിഭജനം ചർച്ചയാവില്ലെന്നും ബെന്നി ബെഹനാൻ കൊച്ചിയിൽ പറഞ്ഞു. ഔദ്യോഗികമായി അത്തരം ഒരാവശ്യവും UDF-ന്റെ തലത്തിൽ ഇപ്പോൾ വന്നിട്ടില്ല. UDF-ന്റെ കീഴ്വഴക്കമനുസരിച്ച് ചർച്ച തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഉഭയകക്ഷി ചർച്ചയാണ് ആദ്യം നടക്കേണ്ടത്. ഉഭയകക്ഷി ചർച്ച തുടങ്ങിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ച തുടങ്ങാമെന്നാണ് കഴിഞ്ഞ UDF യോഗത്തിൽ വന്നത്. ഇപ്പോൾ പറയുന്നതൊന്നും ഓരോ പാർട്ടിക്കാർ പറയുന്നത് എന്താണെന്നും ഞാൻ പറഞ്ഞില്ല. ഔദ്യോഗിക തലത്തിൽ അത്തരം ആവശ്യം UDF-ന്റെ തലങ്ങളിലേക്ക്, UDF-ന്റെ വേദികളിലേക്ക് വന്നിട്ടില്ല. വയനാട് മണ്ഡലത്തിനായുള്ള മുസ്ലിം ലീഗിന്റെ അവകാശവാദത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് പ്രതിനിധി തന്നെ വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകുമെന്ന് KPCC നിർവാഹക സമിതി അംഗം ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു. വയനാട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ആര്യാടൻ ഷൌക്കത്തും ഇടം പിടിച്ചേക്കുമെന്ന സൂചനകൾക്ക് ഇടയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റിനായി പിടിമുറുക്കുകയാണ് മുസ്ലിം ലീഗ്. ഇക്കാര്യം രാഹുൽ ഗാന്ധിയോട് ഔദ്യോഗികമായി ആവശ്യപ്പെടാനും ലീഗ് ശ്രമിക്കുന്നുണ്ട്.
വയനാട് സീറ്റാണ് ലീഗിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ഇതിനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് ശ്രമം. വയനാട്ടിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധി തന്നെ ലോക്സഭയിലേക്ക് പോകുമെന്ന് KPCC നിർവാഹക സമിതി അംഗം ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ഇവിടെ ഒരു സംശയവും വേണ്ട, വയനാട് പോലുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബഹുഭൂരിപക്ഷത്തോട് വിജയിക്കാൻ പറ്റിയ മണ്ഡലമാണ്. അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥി തന്നെ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കും, അതിനെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും. ആര്യാടൻ ഷൗക്കത്തിനെ വയനാട്ടിൽ നിന്നും മത്സരിപ്പിക്കണമെന്ന ഒരു വിഭാഗത്തിന്റെ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മറുപടി ഇങ്ങനെ: ഒരിക്കലുമില്ല. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് വയനാട് മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് പരിഗണിക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാളാണ്. ന്യൂസ് 18 കോഴിക്കോട്. തൃശൂരിലും പാലക്കാടുമുണ്ടായ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. പാലക്കാടിന് സമീപം വടക്കുമുറിയിൽ ലോറിയും ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ബസിന്റെ ക്ലീനർ തമിഴ്നാട് കടലൂർ സ്വദേശി കറുപ്പ് ദുരൈയാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. രാവിലെ 6:30യോടെയായിരുന്നു അപകടം. ബസ്സും ലോറിയും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്നു. ലോറി അപ്രതീക്ഷിതമായി പാലക്കാട് ഭാഗത്തേക്ക് തിരിഞ്ഞതോടെ ബസ് ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ വടക്കഞ്ചേരിയിൽ ബൈക്കിൽ ബസ് ഇടിച്ചാണ് ഒരാൾ മരിച്ചത്. നടുപ്പാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. ഉദ്യോഗസ്ഥർക്ക് ഇന്നു മുതൽ അതാത് സ്റ്റേഷനുകളിൽ ജോലിയിൽ പ്രവേശിക്കാം. തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയുടെ ചിത്രം മേലുദ്യോഗസ്ഥരുടെ അറിവില്ലാതെ മാധ്യമങ്ങൾക്ക് നൽകിയെന്ന് ആരോപിച്ചായിരുന്നു ASIമാരായ സജി എൻ പോൾ, CV ഉലഹന്നാൻ, CPOമാരായ രമേശ് ഓമനക്കുട്ടൻ, സനീഷ് എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. പോലീസുകാർക്കെതിരായ നടപടി SPയുടെ പ്രതികാര നടപടിയാണ് എന്ന ആരോപണം അപ്പോൾ ഉയർന്നിരുന്നു. കേരളം ഒഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്ക് കുറയുന്നു. ഭ്രൂണഹത്യയ്ക്ക് കുപ്രസിദ്ധി നേടിയ ഹരിയാനയേക്കാൾ കുറവാണ് ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ പെൺകുട്ടികളുടെ ജനനനിരക്ക്. 1000 ആൺകുട്ടികൾക്ക് 877 പെൺകുഞ്ഞുങ്ങൾ മാത്രമാണ് രാജ്യത്ത് പിറക്കുന്നത്. ആന്ധ്രയും രാജസ്ഥാനുമാണ് പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം ഏറ്റവും അധികം കുറയുന്ന സംസ്ഥാനങ്ങൾ. 1000 ആൺകുട്ടികൾക്ക് 806 പെൺകുഞ്ഞുങ്ങൾ എന്നതാണ് രണ്ടിടത്തും ജനന നിരക്കെന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. കർണാടക, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 10 വർഷത്തിനിടെ പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്കിൽ വലിയ കുറവുണ്ടായി. കർണാടകത്തിൽ 108 പോയിന്റ് കുറഞ്ഞ് 896ഉം തമിഴ്നാട്ടിൽ 95 പോയിന്റ് കുറഞ്ഞ് 840ഉമാണ് പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്ക്. തെലങ്കാന രൂപീകരിക്കപ്പെടുമ്പോൾ 1000 ആൺകുട്ടികൾക്ക് 954 പെൺകുട്ടികൾ എന്നതായിരുന്നു ജനനനിരക്ക്. ഇപ്പോൾ അത് 881ആയി കുറഞ്ഞു. 2007 ശേഷം പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്ക് കൂടിയ ഒരേയൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 1000 ആൺകുട്ടികൾക്ക് 954 പെൺകുട്ടികൾ എന്ന കേരളത്തിലെ ജനനനിരക്ക് ദേശീയ ശരാശരിയേക്കാൾ 77 പോയിന്റ് കൂടുതലാണ്. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ് കേരളത്തിന്റെ നില എങ്കിലും സെൻസസ് പ്രകാരം പെൺകുട്ടികളുടെ ജനനനിരക്കിൽ വലിയ നേട്ടം അവകാശപ്പെടാനാവില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളെ, എസ്പെഷ്യലി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ കുറച്ച് മെച്ചപ്പെട്ടാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ തോതിൽ, അതായത് എണ്ണത്തിൽ, സെക്സ് റേഷ്യോയിൽ ശരിയായ വിധത്തിലൊരു കുറവ് അനുഭവപ്പെടുന്നുണ്ട്. രാജ്യത്ത് 10 വർഷത്തിനിടെ പെൺകുട്ടികളുടെ ജനനനിരക്ക് 27 പോയിന്റ് കുറഞ്ഞുവെന്നും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കണക്കിലുണ്ട്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. അയോധ്യയിൽ ഏറ്റെടുത്ത അധിക ഭൂമി തിരിച്ചു നൽകാൻ അനുമതി തേടി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. തർക്കഭൂമി ഒഴിച്ച് അവശേഷിക്കുന്ന ഭൂമി ഉടമകൾക്ക് തിരിച്ചു നൽകാൻ അനുമതി തേടിയാണ് സർക്കാർ കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി M. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്താണ് വിശദാംശങ്ങൾ? സർക്കാരിന്റെ ഈ നടപടിയുടെ പ്രാധാന്യം എന്താണ്? സനീഷ്, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി സംഘപരിവാറും BJPയും ഒക്കെ വലിയ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുകൂലമായ ഒരു നടപടിയായി തന്നെ വേണം ഇതിനെ വിലയിരുത്താൻ. 1993 പ്രത്യേക നിയമത്തിലൂടെ അയോധ്യയിലെ തർക്കഭൂമിക്ക് ചുറ്റിലുമുള്ള ഭൂമി സർക്കാരിന്റെ അധീനതയിൽ ആക്കിയിരുന്നു. രാമജന്മഭൂമി ന്യാസിന്റേതടക്കമുള്ള ഉടമസ്ഥയിലുള്ള ഭൂമിയാണ് സർക്കാരിന്റെ അധീനതയിലാക്കിയിരുന്നത്. തർക്കഭൂമി വിഷയത്തിൽ തീരുമാനമാകുന്നതിന് വരെ അതിന് ചുറ്റിലുമുള്ള ഭൂമിയിൽ മറ്റു പ്രവർത്തനങ്ങളൊന്നും നടക്കാതിരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അന്ന് ഭൂമി ഏറ്റെടുത്തിരുന്ന അധിക ഭൂമി അതിന്റെ ഉടമകൾക്ക് തിരിച്ചു നൽകണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതി
കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അയോധ്യ പ്രധാന ഭൂമി തർക്ക കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷയിൽ സർക്കാർ വ്യക്തമാക്കുന്ന കാര്യം അധികമായി ഏറ്റെടുത്ത തർക്കഭൂമിക്ക് പുറത്തുള്ള എല്ലാ പ്രദേശങ്ങളും അതിന്റെ ഉടമകൾക്ക് തന്നെ തിരിച്ചു നൽകാൻ അനുവദിക്കണം. 67 ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ വിട്ടു നൽകാൻ അനുമതി തേടിയിരിക്കുന്നത്. 2.77 ഏക്കർ ഭൂമിയാണ് തർക്ക വിഷയമായി കിടക്കുന്നത്. അതൊഴിച്ചുള്ള ഭൂമി പൂർണ്ണമായും ഉടമകൾക്ക് വിട്ടു നൽകുക എന്നതാണ് സർക്കാരിന്റെ ഈ ആവശ്യം. കോടതിയിൽ ഈ അപേക്ഷ വേഗത്തിൽ പരിഗണിക്കണമെന്ന ആവശ്യം സർക്കാർ ഉന്നയിക്കാനാണ് സാധ്യതയുള്ളത്. അതായത് തർക്കഭൂമി ഒഴിച്ച് അതിന് ചുറ്റിലുമുള്ള ഭൂമി അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ആവശ്യമുന്നയിക്കുന്ന രാമജന്മഭൂമി ന്യാസിന്റെ ഉടമസ്ഥതയിലേക്ക് തന്നെ കൊണ്ടുവരാനും അവിടെ മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും അനുവദിക്കൂ എന്നതാണ് സർക്കാരിന്റെ ഈ നീക്കത്തിലൂടെയുള്ള ലക്ഷ്യം. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ നൽകിയിരിക്കുന്ന ഈ അപേക്ഷയ്ക്ക് വലിയ രാഷ്ട്രീയ മാനങ്ങൾ തന്നെയുണ്ട്. ഇന്നാണ് അയോധ്യ തർക്കഭൂമിക്ക് സുപ്രീം കോടതി നേരത്തെ പരിഗണിക്കാനായി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ജഡ്ജിയുടെ അസൗകര്യത്തെ തുടർന്ന് കേസ് മറ്റൊരു തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സനീഷ്, നന്ദി ഉണ്ണികൃഷ്ണൻ. വിവരങ്ങൾക്ക്. തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോൾ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തങ്ങൾക്കാകുന്ന നിലപാടുകൾ സ്വീകരിക്കുകയാണ് സർക്കാരുകൾ. അതിന്റെ ഭാഗമായിട്ട് വേണം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ ഭൂമി ആവശ്യപ്പെട്ട് സമീപിച്ച ഈ വാർത്തയെ കാണാൻ. വാർത്തകൾ തുടരുന്നു. കശുവണ്ടി വ്യവസായത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് കൊല്ലത്തിന്റെ പ്രധാന ബജറ്റ് പ്രതീക്ഷ. പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന വ്യവസായത്തിന് തിരിച്ചു വരണമെങ്കിൽ പ്രത്യേക പാക്കേജ് കൂടിയേ തീരൂ. ആയിരക്കണക്കിന് കശുവണ്ടി തൊഴിലാളികൾ മുതൽ ബാങ്ക് വായ്പയിൽ കുടുങ്ങിയ ഇടത്തരം ഫാക്ടറി ഉടമകൾ വരെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാന ബജറ്റിനെ കാണുന്നത്. കശുവണ്ടി വ്യവസായ മേഖലയിലെ ഇടത്തരം സ്വകാര്യ ഫാക്ടറി ഉടമകൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇവരുടെ ബാങ്ക് വായ്പകൾ പുനഃക്രമീകരിക്കാമെന്നാണ് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി നൽകിയ ഉറപ്പ്. സംസ്ഥാന സർക്കാരുമായുള്ള ചർച്ചയെ തുടർന്നായിരുന്നു തീരുമാനം. എന്നാൽ വായ്പ പുനഃക്രമീകരിച്ചു നൽകാൻ ഫെഡറൽ കാത്തലിക് സിറിയൻ ബാങ്കുകൾ തയ്യാറാകുന്നില്ല എന്നാണ് ഫാക്ടറി ഉടമകൾ ഉയർത്തുന്ന ആക്ഷേപം. വായ്പകൾ മറിച്ചു നൽകി ചതിക്കുഴിയിൽപ്പെടുത്താനാണ് രണ്ട് ബാങ്കുകളുടെയും നീക്കമെന്ന് ഫാക്ടറി ഉടമകൾ ആരോപിക്കുന്നു. കശുവണ്ടി വ്യവസായമായിട്ടുള്ള 16 അക്കൗണ്ടുകളുണ്ട്. ഒരൊറ്റ അക്കൗണ്ട് പോലും അവർ റീസ്ട്രക്ചർ ചെയ്ത് തരത്തുമില്ല. ഈ ഫെഡറൽ ബാങ്കാണ് കഴിഞ്ഞ വർഷം ഈ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 5 വ്യവസായികളെ മുംബൈയിലുള്ള മാർവാടി കമ്പനികൾക്ക് വിറ്റത്. ആ മാർവാടി കമ്പനികൾക്ക് വിറ്റതുപോലെ ഇനി തുടർന്ന് 16 അക്കൗണ്ടുകൾ കൂടി അവരുടെ കയ്യിലുണ്ട്. അതും അവർ വിൽക്കും എന്ന് ശടിച്ചു നിൽക്കുകയാണ്. ഫാക്ടറി ഉടമകളുടെ 16 അക്കൗണ്ടുകളാണ് ഫെഡറൽ ബാങ്കിലുള്ളത്. ഇത് പുനഃക്രമീകരിച്ചു നൽകാത്തത് ഫാക്ടറി ഉടമകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ആരോപണം. SLBCയുടെ തീരുമാനം ബാങ്കുകൾ നടപ്പാക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായാണ് ഫാക്ടറി ഉടമകൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം ഇരുമ്പുപാലത്തെ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിലേക്ക് ഫാക്ടറി ഉടമകൾ മാർച്ച് നടത്തി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ഫാക്ടറി ഉടമകൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട് നഗരത്തിലെ വൻകിട കെട്ടിടങ്ങൾക്ക് അനധികൃതമായി നികുതി ഇളവ് നൽകിയ മുൻ തഹസീൽദാർക്കെതിരായ നടപടി വൈകുന്നതായി പരാതി. സർക്കാരിന് 35 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് കണ്ടെത്തി 4 വർഷമായിട്ടും തഹസീൽദാരിൽ നിന്ന് പിഴ ഈടാക്കിയില്ല എന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം ആരോപിച്ചു. എന്നാൽ വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ട് പ്രകാരമായിരുന്നു തന്റെ നടപടിയെന്ന് ഇപ്പോൾ ADM ആയ റോഷ്നി നാരായണൻ പറഞ്ഞു. കോഴിക്കോട് ADM ആയ റോഷ്നി നാരായണൻ തഹസീൽദാരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില വൻകിട കെട്ടിടങ്ങൾക്ക് അനധികൃതമായി നികുതി ഇളവ് നൽകിയെന്നാണ് ആരോപണം. 2014 ഏപ്രിൽ 1 ശേഷം നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങൾക്കും കൂട്ടിച്ചേർക്കലുകൾ നടത്തിയ പഴയ കെട്ടിടങ്ങൾക്കും പുതുക്കിയ നികുതി ഈടാക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. എന്നാൽ തഹസീൽദാറായിരുന്ന റോഷ്നി നാരായണൻ അത് പാലിച്ചില്ലെന്നാണ് പരാതി. ഇങ്ങനെ നികുതി സ്വീകരിച്ചതിലൂടെ റവന്യൂ വകുപ്പിന് 35 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖയിൽ പറയുന്നു. ചില കെട്ടിട ഉടമകളിൽ നിന്ന് പുതിയ നികുതിയും മറ്റു ചിലരിൽ നിന്ന് പഴയ നികുതിയും ഈടാക്കിയത് ഗുരുതരമായ കുറ്റമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികൾ പറയുന്നു. ധനകാര്യ പരിശോധനാ വിഭാഗം ക്രമക്കേട് കണ്ടെത്തി പിഴ ചുമത്തിയെങ്കിലും റോഷ്നി നാരായണൻ ഇതുവരെ തുക അടച്ചില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഗവൺമെന്റ് IAS-കാരെയും ഇതുപോലെ ഉദ്യോഗസ്ഥന്മാരെയും ഭയന്ന് വളരെ പ്രയാസത്തോടുകൂടിയാണ് നീങ്ങുന്നത്. കാരണം മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ മറ്റു ബന്ധപ്പെട്ടവർക്കോ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പേടി. എന്നാൽ വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ട് പ്രകാരം ഡെപ്യൂട്ടി തഹസീൽദാർ കൂടി പരിശോധിച്ചിട്ടാണ് നികുതി നിശ്ചയിച്ചതെന്ന് റോഷ്നി നാരായണൻ പറഞ്ഞു. തഹസീൽദാരായിരിക്കെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ADM വിശദീകരിച്ചു. ഫിനാൻസ് സ്ക്വാഡ് പിന്നെ അങ്ങനെ അവര് ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റിന് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഫിനാൻസ് സ്ക്വാഡ് ഗവൺമെന്റിലേക്ക് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഡിസ്ട്രിക്ട് ഫിനാൻസ് സ്ക്വാഡ് അതിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ തുടങ്ങാനാണ് മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. പ്രാരാബ്ധങ്ങളോട് പടപൊരുതുമ്പോഴും കായിക സ്വപ്നങ്ങളിലേക്ക് നീന്തിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ ദ്യുതിക്ക്. ട്രയാത്തലണിൽ
രാജ്യത്തെ പ്രതിനിധീകരിക്കുകയാണ് ദ്യുതിയുടെ സ്വപ്നം. കടമ്പകൾ ഏറെയുള്ളതിനാൽ ഇതിന് സർക്കാരിന്റെയോ സ്പോൺസർമാരുടെയോ കനിവ് കൂടിയേ തീരൂ. ഇത് തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിനി ദ്യുതി. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് നിരവധി മെഡൽ നേടിയ നീന്തൽ താരം. നീന്തലും സൈക്ലിങ്ങും ഓട്ടവും ചേർന്ന ട്രയാത്തലണിൽ ജന്മനാടിനെ പ്രതിനിധീകരിക്കണം. ഇതാണ് ദ്യുതിയുടെ സ്വപ്നം. പരിശീലനത്തിനും സൗകര്യങ്ങൾക്കുമായി വലിയ തുക തന്നെ വേണം. കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ എത്ര സ്വരുക്കൂട്ടിയാലും ദ്യുതിയുടെ സ്വപ്നത്തിന്റെ ചെലവ് താങ്ങാനാവില്ല. ട്രയാത്തലോൺ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ, ഒന്ന് സൈക്കിള്, രണ്ടാമത് ഇത്രയും വലിയൊരു ഈവന്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ്, അതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ട കോസ്റ്റ്യൂംസ്, പിന്നെ സൈക്ലിംഗ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ആക്സസറീസ് ഇതൊക്കെ ആവശ്യമാണ്. സമൂഹ മാധ്യമങ്ങൾ വഴി ദ്യുതിയുടെ കഥ പ്രചരിച്ചതോടെ പല സഹായങ്ങളും വന്നു തുടങ്ങി. കഴിയും വിധം പിന്തുണയുമായി രക്ഷിതാക്കളും ഒപ്പമുണ്ട്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. എൻ്റെ മോള് ആ ഈവന്റിൽ പങ്കെടുക്കണം, വിൻ ചെയ്യണം. അതിപ്പോൾ അവളെക്കാളും എൻ്റെ ആഗ്രഹമാണ്. സുമനസ്സുകളോ കായിക വകുപ്പോ പിന്തുണയുമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ദ്യുതി. ന്യൂസ് 18 തിരുവനന്തപുരം.